കാലാവസ്ഥന്റെ കേസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ഏറ്റവും സുഖം തരോ. ആദ്യമൊക്കെ നമ്മൾ വെതർ ആപ്പ് ഒക്കെ എടുത്ത് നോക്കലേനി. ഇപ്പോഴുള്ള സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കളക്ടർ ഉണ്ടല്ലോ, കളക്ടർ വന്നാണ്ട് റെഡ് അലേർട്ട് പറഞ്ഞോ അന്ന് കൊട്ടം വെയിലേക്ക്. അതായത് ഈ കളക്ടർ പറയുന്നത് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നാട്ടിൽ സംഭവിക്കല് കാലാവസ്ഥന്റെ കേസിൽ. അപ്പോൾ കളക്ടർ ഇപ്പോൾ നമുക്ക് വലിയൊരു വെതർ ഇൻഡെക്സ് ആയി മാറിയിരിക്കണേ. കളക്ടർ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനം. കളക്ടർ പെരും മഴയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പെരും വെയിലേക്കാരം. ആണുങ്ങളൊരു പ്രത്യേകത പറഞ്ഞാല് അതിപ്പോൾ ഇനി ഒരു മുറി സാബും കണ്ടാണെങ്കിലും നമ്മൾ അതേറ്റ് സോപ്പാക്കി ഉപയോഗിച്ചാണ്ട് കുളിച്ചും മുറൊക്കെ ചെയ്യും. നമ്മൾ അത്രേ ഉള്ളൂ. നെജിമ വന്നപ്പോൾ ഒരു മൃഗത്തിനും കാണാനില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ റൂട്ടിൽ വന്നപ്പോൾ നല്ല മൃഗങ്ങളെ ഉണ്ടോ. ഇപ്പൊ ഒരു പല്ലിനും കൂടി കാണാനില്ല. വലിയൊരു കാട്ടിൽ വന്നിട്ടേ ഒരു പല്ലിനും കൂടി കാണാൻ കിട്ടണില്ല. അങ്ങനത്തെ അവസ്ഥ. എന്താ നെജിമ എൻ്റെ ഒരു പറക്കത്ത്. മാൻസാറേ, സിംഹത്തിന് എന്തേലും കണ്ടിന്യോ? സിംഹം പുലി എന്തേലും കണ്ടിന്യോ? സിംഹം പുലി സിംഹം പുലി ഇവനേതടാ പോടാ. അവിടെ ഒരു ടീമുണ്ട്. ഈ സിംഹം പുലിയൊക്കെ എവിടെയുള്ളത്? അറ്റ്ലീസ്റ്റ് ഒരു ആനനെങ്കിലും പറഞ്ഞേരി അങ്ങന്മാരാ. നിങ്ങൾ ടീമായി പായാൻ നിൽക്കല്ലേ. ഞങ്ങൾ പ്രശ്നക്കാരല്ല, മലപ്പുറത്തുനിന്ന് വരികയാണ്. നെജ്മനെ കണ്ടു പേടിച്ചാ ആണോ? ആന്ന് തലാട്ടി തലാട്ടി. അത് പൊലൻ തണുപ്പും ഊട്ടിത്തെ ചീഞ്ഞ വായും സ്കൂട്ടിയും നിക്കണ നിർത്തം നോക്കി ഓളെ പൊലിയോൺ മാറിക്കണേ. ഈ നൈസ് കുപ്പായിട്ടാണ്ട് ഊട്ടിയാണ് വന്നിക്കണ്. നല്ല രസമുണ്ട്. ഏതായാലും നെജിമ കുതിരനെ കണ്ട് പേടിച്ചു. അപ്പോൾ ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടെന്ന് അറിയാം. ഏകദേശം ഒരാഴ്ചന് മുകളിലായി വീഡിയോ ഇട്ടിട്ട്. വേറൊന്നുമല്ല, കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പനിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഒരു ട്രിപ്പിന് പോകാൻ നിൽക്കുകയാണ്. നേരെ ഊട്ടിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടായതല്ല കേട്ടോ. നെജിമ കുറേ ദിവസമായി പിന്നാലെ കൊണ്ടുവന്ന് ഊട്ടി പോകാമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിന് കൂടിയത്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഊട്ടി പോയി വരാമെന്നുള്ളൊരു മൈൻഡിലാണ്. മസിനഗുഡി വഴി ഊട്ടി, അതാണ് നമ്മൾ ലക്ഷ്യം വരുന്നത്. അപ്പോൾ നമ്മൾ സ്കൂട്ടി ആയിട്ട് പോകുന്നത് എന്താവും എന്നൊക്കെ പഠിച്ചോനറിയാം. നമ്മൾ എന്താ പറയുക, നമ്മളെ കളക്ടർ സാറെ റെഡ് അലേർട്ടൊക്കെ കണ്ടാണ് പോണത്. അവിടെ എത്തുമ്പോൾ മയജോന്നൊക്കെ അള്ളാഹ്ക്ക് അറിയാം. കളക്ടർ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റാണ് നോർമലി സംഭവിക്കല്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഏതായാലും നമ്മൾ പോണതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ സാധനങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ കിട്ടിയ സംഭവങ്ങളാണ്. അതൊക്കെ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇതെന്താണ്? ഇതിന്റെ പേരെന്താ? ജേസി ഹിജാബ്സ്. ഓക്കെ, ഇത് ആരാണ് അയച്ചെന്ന്? വാഷ ത്രെഡ്സോ അതാ പേജ്. അപ്പൊ വാഷ ത്രെഡ്സ് ആണ് പേജിൽ നിന്ന് അയച്ചു തന്ന കുറച്ച് ഹിജാബ്സ്. 4 ഉണ്ട് അല്ലേ? ഇത് രണ്ട് മെറ്റീരിയൽ ആണല്ലോ. ഇതും ജേഴ്സി ഹിജാബാണ്. ഇത് മലേഷ്യൻ ജോർജറ്റ്. ഓക്കെ, അപ്പൊ ഏതായാലും 4 കളർ അയച്ചു തന്നിട്ടുണ്ട്. 1 2 ഇത് മറ്റേ ഹിജാബ് അല്ലേ, ജേഴ്സി ഹിജാബ്. അങ്ങനെയായിട്ട് 4 ഹിജാബ് വാഷ ത്രെഡ്സ് പറഞ്ഞ പേജിൽ നിന്ന് അയച്ചത്. കൊള്ളാം സംഭവം. ഇതാണ് ഈ പിന്ന് കുത്താതെ യൂസ് ചെയ്യുന്ന സാധനം അല്ലേ. അപ്പോൾ അത് ഷറായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഹിജാബ്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓല പേജ്. പിന്നെ ഓല പേജിൽ ഇപ്പൊ ജേഴ്സി ഹിജാബ് ഇല്ലേ, സ്റ്റോക്ക് ഔട്ട് ആയിക്കാണ്. അത് വരുമല്ലോ, അങ്ങനെ പറഞ്ഞിരുന്നു ആണല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ക്വാളിറ്റി കണക്ട് ചെയ്താൽ മതി. അതേപോലെ വേറെയും സാധനം, വേറെ ഹിജാബ് ഉണ്ട് അല്ലേ. ഇത് വേറെയാണല്ലോ. ഇത് ഷിമ്മർ പറഞ്ഞ ഹിജാബ് അത്ര. ഇത് ആരാച്ചെന്ന്? ഹവ ഹിജാബ്സോ? ഇത് ഹവ ഹിജാബ്സ് പറഞ്ഞ പേജ്. ഇതൊരു വേറെ മെറ്റീരിയൽ കേട്ടോ, കുഴപ്പമില്ല. ഇത് രസമുണ്ട്. ഇത് എങ്ങനെ പിന്നുത്തണോ? ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ ഇങ്ങനത്തെ ഹിജാബ് വേണ്ടിയിൽ എന്നാൽ ഹവ ഹിജാബ്സ് അതിൻ്റെ ഇത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ആ പാക്കറ്റ് ഇതെന്താണ്? യെസ്, ഇത് മറ്റേ സാധനം. ഇത് സ്റ്റോറെ വൺ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് ഫോണിൻ്റെ കുറച്ച് ആക്സസറീസ് ആണ്. അതൊന്ന് എടുത്താൽ അതിലെന്തൊക്കെ സാധനങ്ങളെല്ലാം ഒന്ന് കാണിച്ചു. ഇത് മൊബൈൽ ഫോണിൻ്റെ കേസ്, ഐഫോണിൻ്റെയും. അത് നെജ്മൻ്റെ ഫോണിനൊരു കേസ് അയച്ചിട്ടുണ്ട് 13 പ്രോക്ക്. പിന്നെ ഇത് സ്ക്രീൻ ഗാർഡ്, 2 ഫോണിനും പ്രൈവസി സ്ക്രീൻ ഗാർഡ് അയച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 16 Pro Maxന് ഒരു സ്ക്രീൻ ഗാർഡ് അയച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിലൊക്കെ ഫോൺ ഇറക്കുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ
വാട്ടർ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോർ A1 അല്ലേ അത്? ഓക്കെ. ആ അപ്പോൾ ആ പേജിൽ നിന്നാണ് അത് അയച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ പോയോക്കട്ടെ, എന്നിട്ട് വൈമധ്യം നടക്കുന്ന കാര്യങ്ങൾ കാണാം. ആ പോണ വഴിക്ക് നല്ലൊരു നാച്ചുറൽ ചോല കണ്ടു. അപ്പോൾ ചോല കയറി മുഖമൊക്കെ ഒന്ന് കേൾക്കി ഒന്ന് ഫ്രഷായി സെറ്റായി പോകാമെന്നുള്ള മൈൻഡിലാണ്. നല്ല നാച്ചുറൽ ചോല. വൃത്തി ഉണ്ടാവില്ലാണോ എടി? ഇത്രയും നല്ല വെള്ളം വേറെ കിട്ടുക. ഇത് നാച്ചുറൽ അരുവിയാണ്. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ട് പ്ലാസ്റ്റിക്കോ അത് ഇടുന്നതാണ്. അതിന് നമുക്കൊന്നും ചെയ്യാല്ല. അതിലൊന്നും അടക്കൽ പടച്ചാണ്. ഏതായാലും എന്നത് കുടിച്ചാ ഞാൻ മുഖം കേൾക്കട്ടെ അത്. ഏതായാലും ബൈക്കുമ്പോൾ പോരുമ്പോൾ പ്രശ്നം ഇതാണ്, മുഖം ആകെ ഇതാവും. കണ്ണുക്ക് പൊടിയും പറയും. ആ അടിപൊളി വെള്ളം കുടിച്ചാട്ടില്ലല്ലോ. ഇവിടുന്ന് മുഖമൊക്കെ ഇങ്ങനെ കഴിക്കേ മേലെ വല്ല ആൾക്കാർക്ക് കാര്യം സാധിക്കണ്ടോ നമുക്ക് അറിയില്ല കേട്ടോ. നാച്ചുറൽ ആകുമ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. അങ്ങനെ പലതും സംഭവിക്കും. അല്ലാ മതി. ഓ ഫ്രഷായി ഒരു സുഖം. തണുപ്പുണ്ടാക്കാനോ? എന്ത് വെള്ളമോ? നാച്ചുറൽ വെള്ളമാണ്. തണുപ്പുണ്ടാവില്ലേ? നെജുമാകെ അന്തം കമ്മിയായി അതിലും പോകണം കേട്ടോ. ബുക്കല്ലേ ഡിസ്ക് എങ്ങാണ്ട് കൊയിഞ്ഞാടല്ലോ കേട്ടോ. ഓർഡറ് തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട്. ആ നമുക്ക് യാത്ര തുടർന്നാലോ? ഇന്ന് ക്ലാസ്സില്ലേ നിനക്ക്? ഇല്ലേനോ? ഇല്ലേ? ഇന്ന് ക്ലാസ് അവധിയാണ് പറഞ്ഞത്. മഴ ചെയ്തിട്ടാ എന്താണെന്ന് അറിയില്ല. എന്താണ് ഈ കൊട്ടം പേരും. നമ്മൾ മഴ പെയ്തെന്ന് കരുതിന് കേട്ടോ. മഴ പെയ്ത് കുടുംബം കരുതിന്. ഭാഗ്യത്തിന് മഴയൊന്നുമില്ല. രാവിലെ നോക്കുമ്പോൾ നല്ല കാലാവസ്ഥ. സത്യത്തിൽ കുറച്ച് ദിവസം ലാഗാകുന്നതിന് കാരണം എന്തേനി? അങ്ങനെ മൊത്തത്തിൽ ടൈം കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ഇന്ന് നല്ലൊരു ദിവസമൊക്കെ എന്ന് കരുതിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ഏതായാലും നമുക്ക് യാത്ര പുരോഗമിച്ചാലോ? വണ്ടി എടുത്താലോ? വണ്ടി ലോറികൾ. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി എടുത്തിട്ട് യാത്ര തുടരട്ടോ. നമ്മൾ വൈമധ്യ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോയിട്ട് എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയില്ല. വണ്ടി മറ്റോടത്ത് കൂടെ അപ്പം മസനഗുഡി ഊട്ടിയിലേക്ക് പോകാനാണ് നെജു പറയണേ. നമുക്ക് ഏതായാലും പോയോക്കാം. എന്താ അവസ്ഥ നോക്കിയിട്ട് മേലെ അതിനനുസരിച്ച് കയറാം. ഓക്കെ. അപ്പോൾ വണ്ടി എടുക്കാം കേട്ടോ. ക്യാമറയും കൊണ്ട് കുരക്കാൻ പോണായിക്കോട്ടെ കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, വൈമധ്യേ നെജ്മന്റെ കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടിരിക്കുകയാണ്. അല്ല ഗൈസ്, നെജ്മ ഇസ് ബാക്ക്. ഫോണെടുത്ത് പോയാൽ എൻ്റെ മണ്ടകം ചെന്ന് കിട്ടുട്ടോ. ഗൈസ് ആനപ്പിണ്ട സ്പോട്ട് ചെയ്ത് ഗൈസ്. പടച്ചാൻ ആനപ്പിണ്ട സ്പോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ അതിന്റെ ഓണർ അവിടെ അങ്ങനെ നിൽക്കണം. ആരാടാ അതിന്റെ പിണ്ടത്തിന് കമന്റ് ഇടണേക്ക്? അത് ഞാനാ അജ്ജാ പറഞ്ഞേ. നിങ്ങൾ ചിന്തിച്ചാ മതി. നമ്മളെന്തായാലും സൗന്ദര്യത്തിനെ പറ്റി ബോധമല്ല. ഞമ്മക്കിപ്പോ മുഖത്ത് എന്താ പറയാ ഫേസ് വാഷ് ഇട്ട് കഴിക്കണം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റേത് ഇടണം, അത് കഴിഞ്ഞിട്ട് ഇത് ഇടണം, അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല. ആണുങ്ങളൊരു പ്രത്യേകത പറഞ്ഞാല് അതിപ്പോ ഇനി ഒരു മുറി സാബും കണ്ടാണെങ്കിലും നമ്മൾ അതേറ്റ് സോപ്പാക്കി ഉപയോഗിച്ചാണ്ട് കുളിച്ചും മുറൊക്കെ ചെയ്യും. നമുക്ക് അത്രേ ഉള്ളൂ. പെണ്ണുങ്ങൾക്കാണ് ഓരോരോ പർപ്പസിന് ഓരോരോ ക്രീം. രാത്രി തേക്കാൻ വേറെ ക്രീം മുഖത്ത്, രാവിലെ തേക്കാൻ വേറെ ക്രീം, സ്കിൻ കെയറിന് വേറെ, മേക്കപ്പിന് വേറെ, ലിപ്സ്റ്റിക്ക് പല ഷെയ്ഡ്. ഈ സാധനങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്കാണ്. ഞങ്ങൾ ആണുങ്ങൾ ഇതിനെ കുറിച്ചൊന്നും ബോധമല്ല. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആണുങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയണം. നമ്മൾ ചെക്കന്മാരാരെങ്കിലും മറ്റേതും മറിച്ചത് ആ നേരത്തെ ഈ നേരത്തെ ലിമിറ്റഡ് ആൾക്കാരുണ്ടാവും. പക്ഷേ അധിക ചെക്കന്മാർക്കും സ്കിന്നിനെ പറ്റിയൊന്നും യാതൊരു കഥയില്ല. നമുക്കറിയില്ല ആ മേഖല എങ്ങനെയാന്ന് ഇതിനെ പറ്റി നമുക്ക് വലിയ ധാരണ തന്നെ ഇല്ല. എനിക്ക് കുറച്ച് ധാരണ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ വെയിലും കൊണ്ട് ലുട്ടായി നടന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പണി കിട്ടും. സ്കിന്നിന് ചൊറിച്ചിലൊക്കെ വരും സ്കിന്നിന് കൂടെ. അപ്പോൾ സൺസ്ക്രീനൊക്കെ വാങ്ങിയിടേണ്ടി വരും. ഞാൻ ഈ ആ ഒരു ആവേശത്തിൽ സൺസ്ക്രീനൊക്കെ വാങ്ങിനി. എന്നിട്ട് ആ സൺസ്ക്രീനാണ് ഞാൻ കൂടുന്നത്. കാരണം ഞാനത് തേക്കണില്ല. ഞാൻ അവിടെ പോയിക്കാണ്ട് ഫസ്റ്റ് ഇയറിൽ ഒരു സൺസ്ക്രീൻ വാങ്ങിട്ടോ. ആ സൺസ്ക്രീൻ ഡേറ്റ് കഴിഞ്ഞിട്ട് എക്സ്പയർ ആയിട്ട് വലിച്ചെറിഞ്ഞിടോ. കാരണം തേക്കണില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ കാര്യങ്ങള് ലേഡീസാണ് അതിൽ മുന്നിലെ. ഏതായാലും നമ്മളെ ശാന്തസുന്ദരമായ നാടികാണി ചുരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി തിരക്കുകളൊന്നുമില്ല, വളരെ കുറവാണ്. ലിമിറ്റഡ് ആൾക്കാർ മാത്രമേ ചുരം ഇറങ്ങി വരുന്നുള്ളൂ. അത് ഇന്ന് വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും കൊള്ളാം, തിരക്കില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ നമുക്ക് ഉഷാറായി.
നോർമലി നമ്മളെ കാലാവസ്ഥ ഇപ്പം ഏറ്റവും കണ്ണുക്കൊന്ന് ചാടി ഇതൊന്ന് കുടിച്ചാ ഒരു മിനിറ്റ് ഗൈസ് കണ്ണൊന്ന് ലെവലാക്കട്ടെ ആ ഇനിയുണ്ടോ അപ്പോൾ ഈ കാലാവസ്ഥൻ്റെ കേസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ഏറ്റവും സുഖം എന്താ പറയുക ആദ്യമൊക്കെ നമ്മൾ വെതർ ആപ്പൊക്കെ എടുത്ത് നോക്കലേനി ഇപ്പോൾ ഉള്ള സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കളക്ടർ ഉണ്ടല്ലോ കളക്ടർ വന്നാണ്ട് റെഡ് അലേർട്ട് പറഞ്ഞോ അന്ന് കൊട്ടം വെയിലേക്കാരം അതായത് ഈ കളക്ടർ പറയുന്നത് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റാണ് നാട്ടിൽ സംഭവിക്കല് കാലാവസ്ഥൻ്റെ കേസിൽ അപ്പോൾ കളക്ടർ ഇപ്പോൾ നമുക്ക് വലിയൊരു വെതർ ഇൻഡെക്സ് ആയി മാറിയിരിക്കണേ കളക്ടർ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനം കളക്ടർ പെരും മഴയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പെരും വെയിലേക്കാരം ഇന്നിപ്പോൾ കളക്ടർ നല്ല മഴയാണ് പറഞ്ഞാണ് ഇപ്പം നല്ല കോട്ടം വെയിൽ ഫുള്ള് വെയിൽ ചൂടെടുത്തിട്ട് വെച്ചാൽ അമ്മരി വെയിൽ ഇപ്പോൾ ഈ ചുരം കയറിയപ്പോഴാണ് ഇപ്പോൾ ഒന്ന് കുറച്ച് കാറ്റിട്ട് തുടങ്ങി ചുരത്തുമ്പോഴും വെയിൽ തന്നെയാണ് മറ്റേ ഇതുണ്ട് തട്ടുകട അങ്ങനെ തട്ടുകട നല്ല ചൂട് ദോശ ലൈവ് ദോശ ഇങ്ങനെ ചുട്ടുതരാക്ക ആ ദോശൻ്റെ മേലെ മറ്റേ ഓംലെറ്റ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി എന്താണ് മുട്ട ദോശ ഉണ്ടാക്കി തരും അക്ക അത് മുട്ട ഓംലെറ്റ് മുട്ടേനല്ല മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുക സോറി ഗായ്സ് പറയുന്ന ആവേശത്തിൽ പാറിപ്പോയതാണേ അപ്പോൾ ആ സംഗതികളൊക്കെ അവിടെയാണുള്ളത് അപ്പോൾ അതിനൊക്കെ നമ്മൾ വൈകുന്നേരം ചെക്കന്മാരൊപ്പം ഇങ്ങനെ ഇടക്ക് നമ്മൾ പോവും ഇപ്പൊ ഇന്നലെ നമ്മള് മഞ്ചേരിയങ്ങാടി പോയാണ് മഞ്ഞപ്പറ്റത്തെ കാക്കാരെ വീട് നല്ല മന്തിയല്ല സോറി ഗായ്സ് അത് ഇപ്പൊക്കെ അറിയില്ലേ ഞാനാണെങ്കിൽ ഒരു ആവേശത്തില് പറഞ്ഞും ചെയ്ത് സോറി കൊരങ്ങ അല്ല അവിടെ പറഞ്ഞ കൊരങ്ങനോട് പറഞ്ഞ അത് ഇതാക്കല്ലേ അത് അറിയാതെ പറഞ്ഞു നിജമാണെങ്കിൽ ഡയറ്റിലാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ ഓളെ കൂട്ടാതെ പുറത്ത് പോയി ഫുഡ് അടിച്ചത് ഓൾ ഡയറ്റിലായതുകൊണ്ട് ഓളെ മുഖത്തൊക്കെ തിന്നായിട്ടില്ല അപ്പൊ ഞാൻ ചെക്കന്മാരപ്പാണ് ഫുള്ള് ഫുഡടി അല്ലെങ്കിൽ ചെക്കന്മാരപ്പാണ് ഫുഡടി ഏതായാലും ഇന്നലെ കാക്കാരെ മധു തിന്നാൻ പോയിനി മഞ്ഞപ്പറ്റത്തെ എൻ്റെ ഡയറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് വാങ്ങി തരും ആ അപ്പോൾ ഏതായാലും നമ്മളെ യാത്ര പുരോഗമിക്കട്ടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊരു ത്രില്ല് രസം പോയി നോക്കാം നമുക്ക് ഊട്ടിയിൽ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് എന്നൊന്നും അറിയില്ല ഇതിൻ്റെ ആകെ ഒരു പ്രതീക്ഷ നമ്മളെ കളക്ടർ മുത്ത് റെഡ് അലേർട്ട് പറഞ്ഞുകൊണ്ട് ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചത് ഏതായാലും നമ്മൾ പോയോക്കാം ഓക്കെ നാച്ചുറൽ ബ്യൂട്ടി നല്ല തണുപ്പുണ്ടല്ലേ നെജിമ ആളെങ്ങാണ്ടേ വലിയ കട്ടില്ലാത്ത കുപ്പായൊക്കെ ഇട്ട് പോകുന്നിരിക്കണം കേട്ടോ എന്നിട്ട് ഇപ്പൊ തണുക്കൽ തുടങ്ങിക്കണേ ഞാനൊരു ഹുഡ് എടുത്തേക്കണേ എനിക്ക് പക്ഷേ ഈ തണുപ്പ് ഓക്കെയാണ് ഞാൻ ഹുഡ് എടുത്തത് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഹുഡ് ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ കാനഡയിൽ പോയിട്ടുണ്ട് ഒരു ഹുഡ് അല്ലാതെ നാട്ടില് കൊട്ടമ്പലത്ത് ഹുഡ് ഇട്ട് നടന്ന ഏതേ ഈ ഡിസ്ക് ചങ്ങായിരുന്നു അങ്ങനെ കുറച്ച് കൊറ്റം ഫ്രീക്കന്മാരുണ്ട് നമ്മളെ നാട്ടില് വെതറും കാര്യങ്ങളൊന്നും നോക്കൂല പെരുമയിലേക്കാരട്ടോ കോട്ടം വെയിലത്ത് അല്ല അങ്ങനെയല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ യൂസ് ചെയ്യാനാണ് മനുഷ്യന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് സീസണിനനുസരിച്ചാണ് ആൾക്കാർ ഡ്രസ്സ് ഇടുക ഇത് വെറും സ്റ്റൈലാക്കാനായിട്ട് ഡ്രസ്സ് ഇടുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് കാട്ട കമ്പിളിച്ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഹുഡീസ് ഉണ്ടാവും ഈ ഹുഡീസ് ഇവർ ഈ കോട്ടം വെയിലത്ത് 30 ഡിഗ്രിയും 32 ഡിഗ്രിയും വെയിലത്ത് കോട്ടം വെയിലത്ത് ഇട്ടിട്ട് വിയർത്ത് വലിച്ച് ഇങ്ങനെ നടക്കും സ്റ്റൈലാക്കിയാണ്ട് എന്തിനാ അങ്ങനെ ഇടങ്ങാറാണ് അവരാണ് കംഫർട്ടില്ല ഡ്രസ്സ് ഇട്ട് നടന്നൂടെ പിന്നെന്താ വെച്ചാൽ ഇതൊക്കെ ഓരോരുത്തർ ചോദിച്ചാണ് അതിന് ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമല്ല പിന്നെ നമ്മൾ രസാക്കി പറയാം അങ്ങനെ നമ്മൾ എവിടെ എത്തി ഗുഡലൂർ എത്തി അപ്പോൾ ഗുഡലൂർ നമ്മൾ തീരുമാനിച്ചു അങ്ങനെ ഊട്ടിക്ക് പോകണ്ട നേരെ മൈസൂർ റൂട്ടിന് കയറിയാണ്ട് മാസിനഗുഡി വഴി ഊട്ടി മാസിനഗുഡിയിലാണ് കയറി ആളെ ഇങ്ങോട്ട് പറിച്ചോനെ പിന്നെ ആകെ ഒരു ധൈര്യം എന്താ അറിയോ കാട്ടിലൊന്നുമല്ല പുലികളൊന്നും ഇപ്പൊ കാട്ടിലല്ല ഒക്കെ നാട്ടിലാണ് അതുകൊണ്ട് ആകെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും പുലിയൊന്നും ഉണ്ടാവില്ല പുലിയൊക്കെ അവിടെ കയറാം നാട്ടിൽ കൂടെ നമ്മളെ കാര്യാരെ കൊണ്ട് കൂടിയും കാളയെ കൂടെ ഒക്കെയാണ് പുലി അപ്പൊ സുഹൃത്തുക്കളെ യാത്രാ മധ്യേ നമ്മളെ ഡ്രൈവർ മാറി ഇപ്പൊ ന്യൂ ഡ്രൈവർ ഇൻ ടൗൺ തമിഴ്നാട്ടിൽ വണ്ടി ഓടിക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹം ഇനി അതെ അപ്പൊ ഇനി ആ നേരെ അല്ലാത്ത ഡീസ്കിന് പറ്റുന്ന അറിയില്ലേ അമ്പുണ്ടാവട്ടോ അമ്പുണ്ട് അമ്പേ അത് പൊളിയാ അത് പൊളി അത് പൊളിയാ അത് ആ ഒരു കാര്യം പോയാൽ പറക്കത്തേക്കാരം ഇവിടെ നല്ല ലൈവ് ചിപ്സ് ഇട്ടു ഇത് അടിപൊളിയാണ് കുറച്ച് എനിക്ക് കിട്ടാറ് ലോറ് നിസ്കരിച്ച് ഞാൻ വേഗം വരാം ഇവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിച്ച സൗകര്യം ഉണ്ടോ വെച്ചാൽ അറിയില്ല അപ്പോൾ ഏതായാലും നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര തുടരാം ഗൈസ് കൊണ്ടോട്ടിന്ന് ഒരു ലോഡ് ടീമിനെ കിട്ടിയാണ് എല്ലാരും ഉണ്ട് കൊണ്ടോട്ടി ഫുൾ ടീം ആ ടീമിന് എന്തെങ്കിലും പേരുണ്ടോ നിങ്ങളുടെ ടീമിന് എന്തെങ്കിലും പേരുണ്ടോ പായങ്ങാടി ടീമാ ബ്രദേഴ്സാ ബ്രദേഴ്സ് കൊണ്ടോട്ടിട്ടോ എന്നാ ഊട്ടിന്ന് പറഞ്ഞാൽ കാണാം എന്നാ പോയരാ
ഗായ്സ് എൻട്രൻസിൽ ഒരു കാക്ക ഉണ്ടായിരുന്നു കേട്ടോ. കാക്ക നമ്മളെ ചാമ്പി. കാക്കൻ്റെ ചേട്ടൻ നമുക്ക് ഇതിന്റെ വില അറിയില്ല. കാക്ക ഒരു കൂട് മാങ്ങക്കേ, ചെറിയ മാങ്ങ, ഒരു മാങ്ങ പൂണ്ടിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് തരും. അവിടെ 50 റുപ്യ വാങ്ങി. നമ്മൾ 30 റുപ്യക്കും 40 റുപ്യക്കും വാങ്ങണ മാങ്ങയാണ്. കാക്ക ചാമ്പി. നജിമക്ക് പാവം തോന്നിയോട്ടോ ആ കാക്ക അടുത്ത് വാങ്ങാറ്. ഞാൻ എപ്പോഴും അവളോട് പറഞ്ഞു കുറച്ച് മുന്നേ പോയതിൽ ആ റേറ്റ് കുറഞ്ഞ് കിട്ടും. കാക്ക ഒറ്റടിക്ക് ചാമ്പി പാവം ഇങ്ങാണ്ട് നിന്നാണ്ട് ഒറ്റടിക്ക് നമ്മളോട് വെട്ടി കാക്ക. പക്ഷെ ഈ മാങ്ങയും ഈ റൂട്ടും അടിപൊളി സെറ്റപ്പാണ്. ഈ റൂട്ട് കൂടെ ഇങ്ങനെ ആ കാഴ്ച നോക്കി, ശാന്തസുന്ദരമായ റോഡ്, നല്ല ഉപ്പിലിട്ട മാങ്ങി തിന്ന് പതുക്കെ ഇങ്ങനെ സ്ലോ മോഷനിൽ പോകുമ്പോൾ ബേക്കറി വല്ല പുലിയോ കരടിയോ ഒക്കെ വന്നുകൊണ്ട് ആകെ അങ്ങോട്ട് ഡീസ്ക ഇങ്ങോട്ട് മൂഞ്ചണം ആലോചിച്ചോക്കാ. കുറച്ചാൽ അങ്ങനെ സംഭവിക്കാക്കട്ടെ. അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ നടക്കലുണ്ട്. പിന്നെ ബൈക്ക് ഈ റൂട്ടില് സേഫ് അല്ല. എൻജോയ് ചെയ്യാൻ അടിപൊളിക്കാരം, പക്ഷെ അത്ര സേഫ് ഒന്നല്ല. പേടിച്ചുമ്പോണ്ടല്ലോ എന്ത് സ്പീഡ്. എന്നിട്ട് എവിടെയും പോയാണ്ട് അടിച്ചു. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ പേടിച്ചാണ്ട് ബേജാറ് അറിയാണ്ട് തൊടു കൂടെ കയറും. ഒരു മാക്കോൾ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടോ? ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? വൈബായോ? ബ്രദേഴ്സ് കൊണ്ടോട്ടി ടീമിനെ ഒരുപാട് ചെക്കന്മാരുണ്ട് അവിടെ. അയ്യോ അങ്ങനെ മാനുകൾ, ഒരു കൂട്ടം മാനുകൾ. കുറച്ച് മാൻ ഫ്രൈ എടുത്താൽ ഫോറസ്റ്റ് നല്ല അത് ക്യൂട്ടലായിട്ടുള്ള കാണാം. ഫുൾ ഫാമിലി ആയിട്ട് നിൽക്കണ്. ബ്യൂട്ടിഫുൾ മാൻസ്. നെജിമ വന്നപ്പോ ഒരു മൃഗത്തിനെയും കാണാനല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ റൂട്ടിൽ വന്നപ്പോ നല്ല മൃഗങ്ങളെ ഉണ്ടോ. ഇപ്പൊ ഒരു പല്ലിനും കൂടി കാണാനല്ല. വലിയൊരു കാട്ടിൽ വന്നിട്ടേ ഒരു പല്ലിനും കൂടി കാണാൻ കിട്ടണില്ല. അങ്ങനത്തെ അവസ്ഥ. എന്താ നെജിമ എൻ്റെ ഒരു പറക്കത്ത് നോട്ടെ എന്താ ഇങ്ങനെ ഡിസ്കായി പോകുമ്പോഴേക്കാരും ബോയ്സ് മൃഗം എവിടെ? ഇതിന് നിങ്ങൾ എവിടെ മൃഗം? പ്രതിഷേധിക്കണം. ഈ അർഷുക്ക് എപ്പോഴും ഇങ്ങനെ കളിയാക്കാം. ഞാൻ കാണട്ടോ. സാധാരണ മയിലൊക്കെ ഉണ്ടാവലുണ്ട് ഈ റോഡ് സൈഡിൽ കൂടെ. ഒരു ദിവസോ ഞാൻ എപ്പോ വരുമ്പോഴും കാണലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര കമ്മി മൃഗങ്ങളെ കാണാതെ പോണൊരു ട്രിപ്പ് ഈ റൂട്ടിൽ കിട്ടണേ. നെജിമ എന്താണ് ഇങ്ങനെ ഹതഭാഗ്യരാകാനുള്ള ഒരു കാരണം? സോ എന്താ മൃഗങ്ങളൊക്കെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അതൊന്ന് സൂം ചെയ്ത് കൊടുക്ക്. 1x കൊത്തുവിടണ മാൻ. എന്താടാ എന്നോടാ കളി അടിച്ച് പൊളിക്കും ഞാൻ. ആരാടാ അതിൽ ഒന്ന് നിർത്തി, പെട്ടെന്നാണ് നിർത്തി മാന് കുത്തല്. നമ്മളെ നോക്കണ്ടപ്പോ മാന് അത് നിർത്തി. നല്ല ഭംഗിയില്ലേ അതിന്റെ ഷേപ്പ് നോക്ക്. ആ മാന്റെ പേരെന്താ അറിയോ? ആ മാന്റെ പേരാണ് കലമാൻ. കലമാനല്ലേ? പലമാൻ. എനക്ക് ആകെ അറിയണ മാന് മറ്റേതല്ലേ പൊന്മാൻ. അവിടെ എന്തേലും ഡിസ്ക് സാധനം ഉണ്ടാവും. രണ്ട് സൈഡിലേക്ക് നോക്കിക്കോ, പേടിച്ചണം. സ്ഥിരം പോണോല് ഒറ്റ വിടല് കേലയെ ഒത്തുന്ന് നമ്മളെ നാട് തണ്ടിയാ. ഓല ഒറ്റ വിടല, ഓല ഒന്നിനും നിന്നില്ല. ഒന്നുമില്ലടാ. നെജിമ എങ്ങനെ ഇടക്കും തലക്കും ഒരു മാന്, ഒരു മയിലിനെ കണ്ടില്ല കേട്ടോ. എത്രങ്ങാനും മയിലിനെയും കാണുന്നറിയ ഈ റൂട്ടില്. ആകെ എനിക്ക് തോന്നുന്നു 1-2 മയിലിനെ നല്ല മയിലല്ല മാനിനെ. ഈ സീസണിന്റെ എന്താണാവോ? ജിറാഫോ വേണ്ടി പറയാം. ഹിപ്പോപ്പൊട്ടാമസ്, ജിറാഫ്, അങ്ങനത്തെ ലുട്ട് സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ കാണൂല എന്ന് ഉറപ്പുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് കണ്ട് ഉണ്ടാവില്ലേ കാരം നമ്മക്കറിയില്ലല്ലോ. അതിന്റെ പറച്ചില ടച്ച് പുലിമുരുകനായിട്ട് ഡയറക്റ്റ് ടച്ചല്ലേ. സീബ്രനെ ഞാൻ സൂല് പോയി കണ്ട എല്ലാത്തിനും കണ്ടു. പിന്നെന്താ അറിയോ, ഇങ്ങനെ തെണ്ടുക, കാറ്റും കൊണ്ട് ഇങ്ങനെ പോവുക, അത് ഭയങ്കര രസാ. ആ രസമുള്ളൂ ഇപ്പൊ ഉള്ളത്. ഒരു തേങ്ങയില്ല. ആ രസം പോരെ.
നെജിമ കുറേ അയക്കണ ഈ ട്രിപ്പിന് വാട്ടം പിടിച്ചിട്ട് തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ വേഗം കിക്കലേന് ഞാൻ അങ്ങനെ മഴ ആകുമ്പോൾ മടിയാവും പിന്നെ പറയും കാറിൽ പോവാ. പക്ഷെ കാറിൽ പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാറ്റും കൊണ്ട് പോകാൻ നടക്കൂല. ബൈക്കുമ്പോൾ പോണ രസം കാറിൽ കിട്ടില്ല. പക്ഷെ സൗകര്യത്തിൽ പോണെങ്കിൽ കാറിൽ പോകും വേണം. ഇങ്ങനെ ഫുൾ ഓപ്ഷനിലൊക്കെ പാടെ നടക്കില്ല. ഇതേപ്പോൾ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാണ് ഇന്ന്. ഓക്കെ അങ്ങനെ മാനു റോട്ടിലേക്ക് ഇറങ്ങിയിരുന്നു. മാൻസറേ സിംഹത്തിന് എന്തേലും കണ്ടിന്യോ? സിംഹം പുലി എന്തേലും കണ്ടിന്യോ? സിംഹം പുലി ഇവനേതടാ പോടാ. അവിടെ ഒരു ടീമുണ്ട്. ഈ സിംഹം പുലിയൊക്കെ എവിടെയുള്ളത്? അറ്റ്ലീസ്റ്റ് ഒരു ആനനെങ്കിലും പറഞ്ഞു തരി. അങ്ങന്മാരാ നിങ്ങൾ ടീമായി പായാൻ നിൽക്കല്ലേ? ഞങ്ങൾ പ്രശ്നക്കാരല്ല, മലപ്പുറത്ത് നിന്ന് വരികയാണ്. നെജ്മനെ കണ്ടു പേടിച്ചാ ആണോ? ആന്ന് തലാട്ടി തലാട്ടി. അത് ഗൈസ് ഞാനേ മാനോട് വെച്ച് നെജിമിനെ കണ്ട് പേടിച്ചാണ് വെച്ചു. അങ്ങനെ കാട്ടി. അത് കണ്ടോ വീഡിയോയിൽ കട്ടിയത്? അത് വിറ്റേക്കര അത് കിട്ടികളോ ചേരട്ടോ. അല്ലാ നെജിമിനെ കണ്ട് പേടിച്ചാണ് വെച്ചു. അങ്ങനെ കാട്ടി. ആദ്യം മാനോ സ്റ്റക്കായി. സിംഹ എവിടെ വെച്ചു ഇങ്ങനെ ഇവൻ ഏതാ അന്റെ ടീമാണോ? കൊണ്ടോട്ടി ടീം ആ സൈഡിലുണ്ട് മുത്ത. ഓയ് എടാ കൊണ്ടോട്ടി സൈഡിലുള്ള ടീം അവിടെ ഉണ്ട് അപ്പുറം. അവിടെ അതിൽ പോയിക്കോ. ഓനെ മനസ്സിലായില്ല കേട്ടോ. ഓനാകെ സ്റ്റക്കായിക്കണ്. ഓൻ ഇന്നലെ ആരോ എന്തോ കൊടുത്തിന്, അതിൽ സ്റ്റക്കായി പോയതാണ്. പിന്നെ മാറാൻ കഴിഞ്ഞിട്ടില്ല. അതിമ അങ്ങനെ സ്റ്റക്കായിക്ക പോയൊക്കെ കേട്ടോ. ഈ റൂട്ടിൽ പിന്നെയും കുറച്ച് മൃഗങ്ങൾ കാണും. കാരണം ഇത് കുറച്ചുകൂടി ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് മൃഗങ്ങൾ ക്ലോസ് ആയിട്ട് നിൽക്കും. രസം. നെജിമ ഒറ്റമൈന. അയ്യോ ഒറ്റമൈന കണ്ണൊത്തി വണ്ടി കേട്ടാ. എന്നിട്ട് എവിടെയും പോയി കണ്ടിട്ട് ഇടിച്ചാ ഒറ്റമൈനെ കണ്ടു. അതിനെ കാണല്ലേ എന്നൊക്കെ അതിനകത്താ. അതൊക്കെ എന്ത് വിശ്വാസം? ഇച്ചായാലൊന്നും വിശ്വാസമല്ല കേട്ടോ. ഒറ്റമൈനെ കണ്ട ദുഃഖം, 2 മൈനെ കണ്ട സന്തോഷം എന്നൊക്കെ അകത്താ. ആരുണ്ടാക്കിയതാ? അതേതോ പണ്ടേതോ ഡിസ്ക് കാക്കേ പണ്ട് ഏതോ ഡിസ്ക് കാക്കുണ്ടാക്കിയ നിയമമാണ് തോന്നുന്നുണ്ട്. അവിടെ വെക്കണ ഒരു കുഞ്ഞു മാൻ നല്ല ഉപ്പും മുളകും കുരുമുളകും കൂട്ടി ഗ്രില്ലുമണി കയറ്റിയ നിർത്താൻ പറ്റൂല മൊത്തേ. സൂമിട് 2x ഇട്ട് കൊടുക്ക്. എവിടെ ഈ തിന്നാൻ കിട്ടാത്ത ആന അതിന്റെ വാരിയല്ലോ കാണണോക്ക. ശരി കുട്ടിണ്ട് കേട്ടോ. അപ്പം കുറച്ചുകൂടി ബാക്ക് എടുക്ക്. അങ്ങനെ ബാക്ക് എടുക്കാനൊന്നും പറ്റില്ല. ആന അങ്ങോട്ട് സ്ലൈഡ് ചെയ്തോണ്ട് വരും. ആനന്റെ കാടത്. തിരിഞ്ഞിട്ടോ അല്ലാ. ആന ടീമിനെ വിളിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ സ്കൂട്ടായാലോ? എന്നാ പോവാ. ആന നമ്മളെ ഒച്ചമോട്ടൊക്കെ പോയി. ഇവനൊക്കെ ഏതാടാറുണ്ട് മാറിന്ന്. നല്ല രസമായി. അത് വെള്ളം ഇങ്ങനെ തൂകിയാണ്ട ജി. അയ്യോ നല്ല രസമായി. ആ കാഴ്ച അടിപൊളിയേനു. കാട്ടിൽ കേറുമ്പോൾ നമ്മൾ കണ്ണും മൂക്കും 4 ആണോ? അല്ലെങ്കിൽ പ്രശ്നം എന്താ അറിയോ? കണ്ണും മൂക്കും 4 ആയിട്ടില്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റില്ല. നല്ല കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ കണ്ണും മൂക്കും 4 ഭാഗത്തേക്ക് എത്തണം. അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. കേട്ടോ നെജിമ? ശ്രദ്ധിച്ചോ? സാരല്ലടാ, കാണാം. കുറച്ചും കൂടി സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് കാണും. ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഉസാറായിട്ട്. എനിക്ക് നല്ല സീനാ കണ്ടേ. അത് ഞാൻ അങ്ങനെ നോക്കുമ്പോല്ലേ ആന ഇങ്ങനെ തുമ്പിക്കായിട്ട് ഇങ്ങനെ ചീറ്റി മുന്നേക്ക്. നല്ല രസമായി. നെജിമ ഡിസ്ക് ആയിക്കൊണ്ട് ഒറ്റമൈനൊക്കെ കണ്ട്. നല്ല മൃഗങ്ങളൊന്നും കാണില്ല. ഇതിന് ശ്രദ്ധിക്കണേ. കാട് ശ്രദ്ധിക്കണം. കാടിനെ അറിയണം. മുരുകന്റെ ശക്തി ഒരു കുട്ടിയപ്പൂന ആർക്കും തോൽപ്പിക്കാൻ പറ്റൂല. ഒന്നോട് തൊട്ട് നോക്കിയാ പിന്നെ ചൂടുത്ത് പോവില്ല. ഈ റൂട്ടിന്റെ ഒരു ബ്യൂട്ടി എന്തൊക്കെ പറഞ്ഞാലും അത് തട്ട് താണു തന്നെ ഇരിക്കും അല്ലേ? ഒരു കുട്ടിയപ്പൂന അല്ല പൈച്ചുണ്ട് കേട്ടോ നെജിമച്ചി. നല്ലോണം പൈച്ചുണ്ട്.
ആണ് ഒരു കൂട്ടം മാനുകൾ. മാനിനോടൊന്ന് സംസാരിക്കട്ടെ. എടാ ഊട്ടിക്ക് നേരെ ഊട്ടി 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 ഈ വൈക്ക അങ്ങനെ ഇങ്ങോട്ടാണ് പറഞ്ഞത്. എത്ര മാനില്ലേ അങ്ങോട്ട് ഫ്രൈ ആക്കിയാലോ, കൊമ്പുമ്മണ് കോർത്തിട്ട് ഇങ്ങോട്ട് 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 ഫ്രൈ ആക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് വല്ല കരടി മീൻ കഴിക്കോ. മാൻ സാർ നല്ല തുറ്റുമുറ്റായി നിക്കണ ഒരാന്. ചേ മാന് ഇതാരാ ഗൾഫിൽ നിന്ന് വരുന്നേ? തമിഴ്നാട്ടിൽ നിന്ന് ഏതോ വണ്ടി മറ്റേ എയർപോർട്ടിൽ നിന്ന് വരുന്ന വരി വരുന്നുണ്ട്. ആ പോണ് ഇനി ഗൾഫിൽ പോകണോ എന്താ സംഗതി അറിയില്ല. യാത്ര ചെയ്യാൻ, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ പായാലും ഫാമിലിൻ്റെ പായാലും ഉള്ള മൊമെൻറ്റ്സ് എൻജോയ് ചെയ്ത് ജീവിക്കുക. അതിലൊരു ലഹരി ഉണ്ട്. ആ ലഹരി അതിന് അടിമപ്പെടുക, അല്ലാതെ മറ്റേ കള്ളിനും കഞ്ചാവിനൊന്നും ഒരിക്കലും അടിമപ്പെടാതിരിക്കുക. യങ് ആയിട്ടുള്ള ചെക്കന്മാരാണ് നമുക്ക് പറയുന്നത്, നിങ്ങൾ അതിലൊന്നും പോയി പെടാതിരിക്കുക. നല്ല നല്ല സാധനങ്ങൾ നമ്മളെ നാട്ടിലും വീട്ടിലുണ്ട്. അതിലൊക്കെ എന്താ പറയുക എൻജോയ്മെൻറ്റ് കണ്ടെത്തുക, നല്ല കാര്യങ്ങളിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തുക. ഫാമിലിക്കും അതേമാതിരി ഫ്രണ്ട്സിനും ഒക്കെ സന്തോഷം കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മളെ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് അടിപൊളി യാത്ര തുടർന്നു കൊണ്ടിരിക്കും. അതിനല്ലേ പുത്രി നേരെ കണ്ടോണ്ടിരിക്കണേ. ഇതിപ്പോ വെറുതെ ഓവറാക്കുക ഗായ്സ്. നിനക്ക് വണ്ടി ഓടുമ്പോ തുപ്പിടയാ. അപ്പൊ നമ്മളെ യാത്ര നല്ല സുഖമുള്ള കാറ്റ്. എടാ വെറുതെ ഇങ്ങനെ കുത്തിരിക്കണ്ട, ആ വണ്ടി എടുത്ത് ഇത്തിരി എണ്ണ അടിച്ചിട്ട് പോരും. നമ്മളെ നാട്ടിലുള്ള ചെറുക്കന്മാരും നാട്ടുകാരെ വെറുതെ തീർക്കണോലൊക്കെ കുറച്ച് എണ്ണ അങ്ങോട്ട് കട്ടൊക്കെ അടിച്ചാണ് പോരേ. വലിയ ചിലവൊന്നുമില്ല ഈ യാത്ര ചെയ്യാനൊന്നും. ബൈക്കുമ്മ അങ്ങനെ ചെറിയ എണ്ണ പൈസ മതി. എല്ലാവരും കട്ടൊക്കെ ഇട്ടിട്ട് രണ്ടാളൊരു ബൈക്കുമ്മ കയറുക, രണ്ടാളും പാടെ കട്ടൊക്കെ എണ്ണ ഇട്ടാണ്ടേ ചെറിയ യാത്രകളൊക്കെ ഇങ്ങനെ ചെയ്യുങ്ങളേ. ഇപ്പൊ ഞാൻ കൊണ്ടുപോയി ചെക്കന്മാരെ കണ്ടു, എത്രയോ ചെറുക്കന്മാരോ പൂതിയാകുക. അതായത് ഒരു 10-30 ചെക്കന്മാരല്ലേ, 10-30 ചെക്കന്മാർ ഒരു നാട്ടിൽ നിന്ന് ഫുള്ള് ടീം, കുറേ ചെക്കന്മാർ ബൈക്കുമ്മലും ഒരു കാറൊക്കെ ആയിട്ട് നല്ല രസമായി. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. അങ്ങനെ യാത്രകൾ ചെയ്യുക എല്ലാവരും, അതിലൊക്കെ സന്തോഷം കണ്ടെത്തി. ഓക്കെ, നമ്മളേതായാലും നമ്മളെ യാത്ര ആസ്വദിക്കട്ടെ കേട്ടോ. ഫുൾ ടൈം മൊബൈലിൽ കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ കാണാനൊരു രസം പോകും. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളും കൂടി കാണട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ക്യാമറ തൂക്കി പിടിച്ച് അതിൻ്റെ ഒപ്പം വരുന്നത്. നോക്കി നിങ്ങൾ ഏതാ ബ്യൂട്ടി, അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം, സൂപ്പർ സ്ഥലം. നമുക്ക് വണ്ടി ഓട്ടണോ? ചേച്ചി നമുക്ക് വണ്ടി ഓട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നു. ആയതിനാൽ നമ്മൾ ഡ്രൈവർ സ്വിച്ചിങ്ങിലേക്ക് കിടക്കണം ഗായ്സ്. ഡ്രൈവർ സ്വിച്ചിങ്, വണ്ടി പതുക്കെ സൈഡാക്കി തരാം. ഓക്കെ, ഇറങ്ങി. ഇനി യജമയുണ്ടോ ഡ്രൈവർ? ഇപ്പൊ ന്യൂ റൈഡർ ഇൻ ടൗൺ. പതുക്കെ പോയാൽ മതി കേട്ടോ. ഹമ്പുകൾ ഉണ്ടാവേ, യാത്രകൾ ധന്യമാക്കാൻ ഹമ്പുകൾ കൊടുത്ത്. ഇതെന്തിനാ ഈ ഹമ്പ് കൊടുത്തെന്നറിയോ? അടിച്ച് മിന്നി പോകാതൊക്കെയാണ്. അഥവാ വല്ല മൃഗങ്ങളും പാസ് ചെയ്താൽ ഓല മേത്തട്ടി നമ്മൾ വടിയാവും, മൃഗങ്ങളും അങ്ങനെ പോകും. ഇതാണ് ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത. സ്പീഡ് കമ്മിയാക്കി ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകുക, അതിൽ കിട്ടുന്ന ഒരു രസം. ഇങ്ങനത്തെ റോഡ് കാണുമ്പോൾ നമ്മളെ മാതിരത്തെ ഡിസ്കൾ ഉണ്ടാവും, ന്യൂ ഡ്രൈവേഴ്സ് ഇൻ ടൗൺ, പൊലിവർഗാനുകൾ. ഈ പൊലിവർഗാനുകളെ മാതിരി അടിച്ചു മിന്നി പോകാൻ നിന്ന് കഴിഞ്ഞാൽ തൊള്ളിയിൽ പല്ലുണ്ടാവില്ല, പെരക്കാർക്ക് നമ്മളെ കാണാനും കൂടില്ല. അപ്പോൾ സേഫ് ഉണ്ടാവും. അതെ, പതുക്കെ പോവാപ്പളേ. ഇനോ ഈ വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കണവരോട് എന്താ പറയാല്ലേ? എല്ലാ ഭർത്താക്കന്മാരും വീട്ടിൽ പാങ്ങളാരും എല്ലാവരുടെയും ശ്രദ്ധ. നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങളെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതിനൊന്നും ആൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആഴ്ചയിൽ ഒരു 6 ദിവസം ഫ്രണ്ട്സിന്റെ ഒപ്പം പോയി, ഒരു ദിവസം ഒരൊറ്റ ദിവസം ഫാമിലിനെ കൊണ്ട് പുറത്തു. അതല്ല എനിക്ക്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞുതരാം. വീട്ടിൽ നിൽക്കുന്നവരോട് എനിക്ക് എന്താ പറയാനുള്ളത്? വീട്ടിലിങ്ങനെ ഇരിക്കണവരോട് എനിക്ക് എന്താ
എന്താ പറയാനുള്ളതെന്നല്ലേ? എന്താ പറയാനുള്ളത്? മാപ്പിളാരോട് കൊണ്ടോയി പറഞ്ഞ് ശല്യം ചെയ്ത് കാണ്ട് യാത്രകളൊക്കെ ചെയ്തിട്ട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ എന്നിട്ട് ഭർത്താക്കന്മാരുടെ പോക്കറ്റ് കാലിയാക്കുക. അതാകണം എല്ലാ പെട്ടെന്നുടെയും ലക്ഷ്യം. ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ചോട്ടോ, ഇതായിട്ട് ഇച്ച് ബന്ധമില്ല. പക്ഷെ ഈ യാത്രക്കൊന്നും ചെലവില്ല. അതൊക്കെ വെറുതെ സിമ്പിളായിട്ട് നമുക്ക് ചെറുതായിട്ട് പോയി വരാവുന്ന യാത്ര. പക്ഷെ ഇതിൽ കിട്ടുന്ന സന്തോഷം, ആ മെമ്മറീസ്, അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടിച്ചു നോക്ക്. എവിടുന്നോ ആരോ തേങ്ങാപ്പുള്ളി ഡിസ്കായി കൊടുത്താണ്, കുട്ടീനെ പിടിച്ച് പോയി. ഏതോ വാണക്കുറ്റി ടീമുകളെ മാറിക്കാം ഒരിടത്തേക്കിന് ഏതോ ലോക്കൽ ടീം വന്നിക്കണേ വേഗം മാറിപ്പോകാൻ. കുട്ടീനെ എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് തള്ളാം. നമ്മളെ ചായ സ്പോട്ടിലെത്തിട്ടാ. ചായ സ്പോട്ടിലെത്തി. നല്ല ബജിയും ചായയും, അടിപൊളി വ്യൂ, സൂപ്പർ ചായ, നല്ല ചൂട് ചായ. കുട്ടിയത്തെ ചായ മുതലേക്കാരം അല്ലേ? തമിഴ്നാട് ചായ അടിപൊളി ചായക്കാരം. അത് പറ്റിയില്ല. ബജി വെച്ച് നോക്ക്. നൈസല്ലേ? കായ ബജി, പച്ചക്കായാണതേ. ഇത് എത്രാമത്തെ ഏർപ്പിന്നാ? 4ാമത്തെ ഏർപ്പിന്ന. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഊട്ടിയങ്ങാടി എത്തും. ഊട്ടിയങ്ങാടി എത്തിയിട്ട് അവിടെ നിന്ന് അക്കൻ്റെ ദോശ നിന്നാണ്ട് നേരെ നാട്ടിൽ പോകാട്ടോ. എന്ത് ഞാൻ ആകെ തിന്നാൻ അങ്ങോട്ട് വരല്, കാഴ്ചകൾ കാണാനല്ല, തിന്നാൻ വരിക. അതിനൊക്കൂല. ഏതായാലും ഇത് തിന്ന് കഴിച്ചട്ടെ, എന്നിട്ട് അടുത്ത ദിവസം ബോട്ട് പിടിച്ച. കുതിരനെ കണ്ട് പേടിച്ചു. കുതിരനെ കണ്ട് പേടിച്ചു. അപ്പൊ എനിക്ക് കുതിരനെ കാണണം പറഞ്ഞിട്ട് കുതിരന്റെ അടുത്ത് നിർത്തി കൊടുത്തു. കുതിരനെ കാണുമ്പോ കുതിരനെ പേടിച്ചേ. എന്തത്? കൃഷി, കോളിഫ്ലവർ, കാബേജ്. കോളിഫ്ലവർ വാങ്ങിപ്പോട്ടെ നമുക്ക്. പിന്നെ നജ്മക്ക് ആകെ തണുത്ത് ഡിസ്ക് ആയിക്കോ. ആ വയസ്സിലേ ഷർട്ട് ഇട്ട് പോന്നതാ. നല്ല തണുപ്പ് എടുക്കണ്ടേ, നല്ല തണുപ്പുണ്ട്. ഇച്ച് ചേലായതാണിത്. ഊട്ടിപ്പട്ടി, ഊട്ടിപ്പട്ടി, ഡിസ്ക് പട്ടി. മെല്ലെ ഓടി പൊറോട്ട അവിടെ ചെറിയുള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100. ആ സാധനം ഊട്ടി അങ്ങാടി. അതായത് തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ, തണുപ്പുള്ള പ്രദേശങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാട്ട ലുക്കാവും. അതായത് ഊട്ടി പോലത്തെ സ്ഥലങ്ങളിൽ കേട്ടോ. കാനഡയിൽ അത്ര അങ്ങോട്ട് മാട്ട ലുക്കാവൂല. അതെന്താ സംഭവിച്ച അറിയില്ല കേട്ടോ. റോഡ് സൈഡിൽ നെജ്മന്റെ കമ്പനിക്കാർ, ഓവർ കൈതകൾ, ഡിസ്ക് കുതിര. ഇറ്റാള് ജിമ്മിനൊന്നും പോകാതെ എങ്ങനെ ഷേപ്പായി നിൽക്കണല്ലേ? വൻ ഷേപ്പേക്കാരൻ കുതിര. എന്റെ ചില നേരത്തെ ഫണ്ട് കേട്ടാല് വണ്ടി കിട്ടാണ്ട് ബസ്സിന് നാട്ടിൽ പോയാലോ വിചാരിച്ചു. നല്ല ഹൈദരാബാദി ബിരിയാണി കഴിക്കാം. ഇപ്പൊ എത്രയും സമയം 3 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ ഒരുമാതിരി ഒരു മഴ മൂടിയ ഫീലില്ലേ, ഒരു മൂടിക്കെട്ടിയ ഫീലില്ലേ? തണുപ്പുകൊണ്ട് മൂടിക്കെട്ടിയ ഫീലോ? എത്ര ഡിസ്ക? നമുക്ക് ഇത് വേണോ? കമ്പിളി വേണോ? ജാക്കറ്റ് വേണോ? നല്ലോ തണുക്കുണ്ട് എനിക്കറിയാം. എനിക്ക് തണുപ്പ് താങ്ങൂല. വെറുതെ പുളിയായി നിൽക്കണ്ട. ആ ടൗണിൽ നിന്ന് എന്തെങ്കിലും ഇത് വാങ്ങി തരാം. അപ്പൊ ഗൈസ്, കമ്പം തിന്നാനുള്ള കമ്പവുമായി നജ്മ ഊട്ടിയിൽ അക്കന്റെ കമ്പം. ഇതന്നെ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ടാ? சுகர் இதெல்லாம் இருக்கிறவங்களுக்கு ஓகே கம்மியா. ஓ சுகர்ல இருக்கு நல்ல. இது எல்லாம் நம்மளே நார்மலா ഓക്കേ. ഓരോ കുട്ടിണ്ടായിരുന്നു എന്താ പറഞ്ഞ അടിപൊളി സാധനം.
കമ്പം നല്ല കമ്പം. ചാവി വണ്ടിയിൽ ചാവിയില്ല. വണ്ടിയിൽ ചാവി എടുക്കട്ടെ. നമ്മൾ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ടാട്ടോ ഒരു ലോങ് ട്രിപ്പ് വരണേ. ലോങ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് ലോങ്. കാരണം മതി മതി. ഓക്കെ സെറ്റ്. എൻ്റെ പോന്നാ ഇത് ഫണ്ട് ഉണ്ടോ? അക്കൗണ്ട് പൈസ ഉണ്ടോ? ജോ പൈസ കൊടുത്താൽ ചേച്ചുമാ എവ്വളോക്കാ? ഇതാ അറബിക് കീബോർഡൊക്കെ. അറബിക് കീബോർഡോ മാറ്റി. ഇത് അറബിക് കീബോർഡൊക്കെ പാസ്വേഡ് സ്കാനർ. പേ 60. എന്നാ അതിൻ്റെ പിന്നടിച്ചാ. പിന്നെ നിനക്ക് അറിയില്ല ഗൈസ്, പൈസ എൻ്റെതാണെങ്കിലും പിന്നെ ഉള്ളതാണ് അറിഞ്ഞില്ലേ. ഓക്കെ ഓക്കെ ഗുഡ്. അക്ക അയച്ചിട്ടെ സന്ധ്യ തന്നെ ഫോട്ടോ വേണല്ലേ. ഓക്കെ ആ വണ്ടിമ അല്ല വണ്ടിമ ഇല്ല വീഡിയോ അല്ല ഫോട്ടോ എടുത്ത് തരാം. ഇതിലൊരു ഞാൻ ഇങ്ങനെ ഒരു സിനിമാറ്റിക് എടുത്ത് തരാം, നല്ല വൈഡ് ആക്കിയാണ്ട്. ഇല്ലേ ആ കമ്പം കാണുന്ന രീതിയിൽ കുറച്ച് കടിക്ക് അടക്ക് തടിക്ക് പോർട്രേറ്റ് താങ്ങണം അടക്ക്. നൈസ് ആർക്കിട്ടോ കടിക്കല്ലേ. അങ്ങനെ നിന്നോ. അവിടെ നിന്നേ കമ്പങ്ങനെ കടിച്ചിട്ട് ഫോട്ടോ എടുത്തരാം. നീ ശരിക്കും എടുത്തരാ. തെറ്റിപ്പോയി. ശരിക്കും എടുത്തരാ. എവിടേക്ക് പോണേ? ഞാൻ പോട്ടോ വണ്ടിയിൽ ഞാൻ എടുത്തരാം. നിക്ക് ഗൈസ് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കട്ടോ. നല്ല കിണച്ച കാറ്റുണ്ടല്ലേ. ഊട്ടിമയ തുടങ്ങിട്ടോ. ചാറ്റൽ മയ. ഇതാണ് ചീഞ്ഞ ഊട്ടിമയ. ഊട്ടിമ പോരുന്ന റെങ്കൊക്കെ കൂട്ടല്ലേ. രജിമ വന്നിട്ടില്ലേ ഇവിടെ ആവുമ്പോൾ പറ. കാറിന് പോയാല് കുറച്ചെങ്കിലും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് പോകാം. ബൈക്കുമ്പോ പോയാ മഴ പെയ്താ മഴ കൊള്ളേണ്ടി വരും. കോട്ടില് കോട്ടിട്ട് വൈബാക്കല് രസമായിക്കാരം കുട്ടിയെ. നല്ല രസം ഉണ്ടാവും. നല്ല ടോപ്പ് വൈബേക്കാരം. അല്ല നമ്മള് വന്ന റൂട്ട് അങ്ങോട്ടാണ്. മസനഗുഡി പോയി നമ്മൾ വന്നത് ആയിക്കൂടെയാണ്. നമ്മൾ നേരെ ഇതിൽ പോകും. നമ്മളെ സാധാ റൂട്ട് കൂടെ, നോർമൽ റൂട്ട് കൂടെ. ഓക്കെ ഹങ്കർ ഫോർട്ട് കയറിയ റൂട്ട് കാണിക്കണേ ഇങ്ങോട്ടല്ലേ. അപ്പൊ ഗായ്സ് കൊല്ലം തണുപ്പും ഊട്ടിത്തെ ചീഞ്ഞ വായും സ്കൂട്ടിയും നിക്കണ നിർത്തം നോക്കി. ഓളെ പൊലിയോൺ മാറിക്കണി. ഈ നൈസ് കുപ്പായിട്ട് കണ്ട് ഊട്ടിയാണ് വന്നിക്കണ്. നല്ല രസമുണ്ട്. ഏതായാലും ഒക്കെ രസമുണ്ട്. ജോ പോയോക്ക അങ്ങോട്ട് ഫുള്ള് മഴ കേട്ടോ. ഇനി വേണമെങ്കിൽ കോട്ടിട്ട് പോകാം, അല്ലെ ആകുന്നാനും. ഓക്കെ ഇട്ടത്തെ കാര്യം എന്നിട്ട് അപ്പോൾ ഏതായാലും ഇനി കോട്ടിട്ട് യാത്ര ഇട്ടിട്ട് ഇനിയിപ്പോൾ മഴ വെച്ചിന് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല, മൈക്ക് വെള്ളം കയറും. ഓക്കെ നമ്മൾ ഏതെങ്കിലും അധീനത്തേക്ക് എത്തിയിട്ട് വീഡിയോ തുടരാം. ഈ ഹങ്കർ ഫോർട്ടിക്ക് പോണ വഴിയിൽ നെജ്മിൻ്റെ ഫോട്ടോ എടുക്കൽ വൈബ്. വാവ് സൂപ്പർ ഫോട്ടോ. അടിപൊളി ഫോട്ടോ. പക്ഷെ നല്ല കോടട്ടോ, നല്ല ക്ലൈമറ്റാണ്. ബൈക്കുമ്പോൾ വന്നാൽ ആകെ തണുത്ത് കോറി തൂറ്റി പാറി നിൽക്കുന്ന നെജ്മ. പക്ഷെ സംഗതി അടിപൊളിയാട്ടാ, സംഗതി സൂപ്പറാണ്. നമ്മൾ പോയോക്കല്ലേ ഹങ്കർ ഫോർട്ട്?
നടക്കല്ലേ വണ്ടി ഇത് പോവാ. ഫോട്ടോ ഫോട്ടോ ആണല്ലേ എനിക്ക്? ഞാൻ എന്നാല് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടോ. നോക്ക് ഇവിടെ ഞാൻ നിർത്താൻ പറ്റില്ല. മനസ്സിലായി. ഫോട്ടോ എടുക്കാം. അടിപൊളിയായിട്ട് കോട ഇറങ്ങിട്ടാ. സൂപ്പർ കോട. ഐ നമ്മളെ വണ്ടി ഏതാ ഫ്രെയിമൊക്കെ ചെയ്യും. വണ്ടി നിൽക്കണ ഫ്രെയിം, ഒരു സിനിമാറ്റിക് മോഡ്. പിന്നെ ആകെ തണുത്തിക്കണേ ഡിസ്കിന്. ആകെ തണുത്ത് മൊയന്തേക്കണേ. ഫോട്ടോ നമുക്ക് ഇതിന്ന് പിടിച്ച ഞങ്ങളെ ഫോട്ടോ അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതെ നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരുമില്ല. ഞാൻ രണ്ടാളുള്ളൂ. അല്ലോ വണ്ടി സൂപ്പർ. മാഷാഅല്ലാ മാഷാഅല്ലാ. ഇതാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയതല്ലോ. ഇതാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയതല്ലോ. നമ്മളവിടുത്തെ കൊറേ ടൈം പോയി. എന്താ പണിയെടുക്കണേ? ഫോട്ടോ എടുക്കാൻ തേയിലത്തോട്ടത്തിലൂടെ ഊട്ടിയിൽ വന്നാൽ എടുക്കേണ്ട ഒരു മെയിൻ ഫോട്ടോ ആണ്. അതുപോലെ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഒരു ഫോട്ടോ. എന്ത് അത് ലൈറ്റ് ഓഫ് ആക്കിക്കാ. വണ്ടിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാം. കോട്ടിട്ടവാ. ഇതാണ് ഭംഗി. ക്ലൈമറ്റിക്ക് കോട്ട ഭംഗി. കാര്യം നല്ല രസമുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ഇങ്ങനെ പോയിക്കാ. നല്ല രസം ഉണ്ടാവും. ആ ചളിയിലൊക്കെ ചവിട്ടി നാക്കേ കയറാം. വാടി അട്ടുണ്ടാവും. ശ്രദ്ധിച്ചടന്നോ. വെറുതെ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ കയറിയേക്കാ. പുളിമ കയറി അങ്ങനെ പോകട്ടോ. ഓട്ടറയും കണ്ട് ഞാൻ വീഡിയോ ഫോട്ടോ കിട്ടുന്നൊക്കെ പറഞ്ഞിങ്ങനെ വിട്ടതാ. അങ്ങനെ പോകണ്ട് ഡിസ്ക് എങ്ങാണ്ട്. വാവ് സൂപ്പർ. ആൾ കയറി പോലെ ഒന്നാരി പോലെ ഡിസ്ക. അപ്പുറത്തെ കയറിയൊക്കെ പറയുന്നുണ്ട്. അവിടെ എന്താണ് അടിപൊളി വ്യൂ ആണോ? അത് ഇവിടെ നമ്മള് വിസിബിലിറ്റി ഉണ്ടല്ലോ. പൊളില്ലേ? സൂപ്പർല്ലേ ഗായ്സ്? സൂപ്പറാണ് ഗായ്സ്. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ടോപ്പായി. നാക്കണ്ട് അടക്കിട്ടോ. അങ്ങനെ അടിപൊളി. അങ്ങോട്ട് ഉള്ളിക്ക് നടക്കണോ? അല്ലേ അല്ലേ കിട്ടൂല. എന്ത് പറഞ്ഞാലും ടോപ്പായി പോവുക. നല്ല ഫോട്ടോ കിട്ടും വിചാരിച്ചാണ്. ടോപ്പായി എങ്ങനെ പോകുന്നുണ്ട്. അവിടെ എടുത്ത് തരാം. അടക്കിടക്ക് ഞാൻ എടുത്ത് തരാം. നടന്നിങ്ങനെ നടുവ് കൂടെ റോഡിന്റെ നടുവ് കൂടെ ഇങ്ങനെ. അല്ല ഒരു സാധനം, ഒരു അടിപൊളി സിനിമ. മോട്ടറല്ല, കാര്യത്തിൽ അടിപൊളി സിനിമാറ്റിക് വീഡിയോ ആണ്. റോഡിന്റെ നടുവ് കൂടെ ഇങ്ങനെ പോയിക്കോ. വാവ് സൂപ്പർ. ഡിസ്ക എന്ത് ഇതെന്താ കാട്ടിയപ്പോ? ഡിസ്ക് നോക്കപ്പെടാ. ഒരു അടിപൊളി ഫ്രെയിം ഉണ്ട്. ഞാൻ എടുത്തുതരാം. അവിടെ നിന്നോ. ആട് നോക്കി ഏതാ റൂട്ട്? 10 രൂപയ്ക്ക് ഉണ്ട്. ട്രിപ്പ് മുതലേ അങ്ങനെ നമ്മൾ ഹങ്കർ ഫോർട്ടിലേക്ക് എത്താൻ പോവുകയാണ് ഗായ്സ്. ലുക്കിലെ എസ്റ്റേറ്റ് കാണാം. ഞാൻ പഠിച്ചു കണ്ടില്ലേ
അർഷിക്ക ഞാൻ പഠിച്ച് കൊറേ പൈസ ആക്കൂലേ അതാണ് നമ്മളെ പ്ലേസ്. ഓക്കെ, അവള് പഠിച്ചുകാണ്ട് അവിടെ സ്ഥലം എടുക്കുന്നൊക്കെ പറയുന്നത്. ഈ എസ്റ്റേറ്റിൽ ആയിക്കോട്ടെ, എസ്റ്റേറ്റ് ഓളെ പേരിക്ക് എഴുതി മറിച്ചു. എസ്റ്റേറ്റ് ഓളെ പേരിക്ക് എഴുതും. യജിമ പഠിച്ച് വലിയ ആളായിങ്ങാണ്ട് എസ്റ്റേറ്റ് ഓളെ പേരിൽ എഴുതുന്നൊക്കെ അറിയുന്നുണ്ട്. എന്നിട്ട് ഞാനും എന്താ വെട്ടത്ത് പറയില്ലേ, ഞാനും എന്റെ ഭാര്യയും 2 കുട്ടികളായിട്ട് സന്തോഷായിട്ട് കഴിയും. വളരെ സന്തുഷ്ടമായിട്ട് കഴിയുന്ന പറഞ്ഞു. ഇൻഷാ അല്ലാ അന്റെ മാപ്പിള ഞാനാണ്, ഇങ്ങൊക്കെ ഉണ്ടായാൽ മതി. ഏതായാലും ഇപ്പൊ നല്ല നൈസ് തണുപ്പായില്ല, അടിപൊളി തണുപ്പ്. ആ മഴ വന്ന് ആകെ ചീറ്റീനി, അതാ പോയി. നമ്മളെ പ്ലേസ് എന്നാ പിടിക്ക്. അയ്യോ ഏതാ സ്പോട്ട് മുട്ട, ഇതാണ് ആങ്കർ ഫോർട്ട്. ഓക്കെ, ആ പൊളിഞ്ഞാടി ബിൽഡിങ് കാട്ടി കൊടുക്കുക, ഏതാ ബ്യൂട്ടി. ഇഷ്ടപ്പെട്ടോ? അടിപൊളി ടീ എസ്റ്റേറ്റ് അല്ലേ, അടിപൊളി ടീ എസ്റ്റേറ്റ്. റൈറ്റ്, നോ പാർക്കിംഗ് സോൺ ഇല്ലല്ലോ, അതിലെ പോകാൻ പറ്റില്ല. മുപ്പര അതിനെ അവിടെ നിർത്തിനെ. നമുക്കൊന്ന് നേരെ പോയോക്കിയാലോ? അല്ല ഓരൊക്കെ പോയി ഫോട്ടോ എടുത്തിനല്ലോ, നടന്നു പോകാൻ പറ്റുണ്ടാവും. അടിപൊളി. ഈ മരം നൈസായില്ലേ, ഒരൊറ്റ മരം, അടിപൊളി ഫ്രെയിം ആട്ടെ. കാട്ടി കൊടുക്കുക ഫ്രെയിം, ഇടുക്കാച്ച് ഫ്രെയിം. അങ്കർഫോർട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അങ്കർഫോർട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. സോ നമുക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. പോയി വയ്യൊക്കെ നോക്കില്ലേ, എങ്ങോട്ടാണോ? വൗ, സൂപ്പർ, അടിപൊളി. ഒന്നും പറയാത്ത എന്തേലും പറയേ, എന്റെ ഐഡിയ ആണ് ട്രിപ്പ്. എന്നിട്ട് ട്രിപ്പ് ഐഡിയ ഓള് മുണ്ടണില്ല. വെരി ഹാപ്പി. Why you are happy? എന്താ പറഞ്ഞോ? എന്താണ് ഹാപ്പിന്നോ? ഞങ്ങളോട് പറഞ്ഞ കൊണ്ടുപോയില്ലേ, പക്ഷേ പറയൽ തുടങ്ങിയിട്ട് 1 മാസമായി. അതൊക്കെ ഉണ്ട്. അതിപ്പോ നമ്മള് സാഹചര്യ സന്ദർഭമൊക്കെ ഒത്തുവരുമ്പോഴല്ലേ പോകാൻ പറ്റുക. ഇന്നാണ് ഇപ്പൊ നമുക്ക് വലിയ തെറ്റില്ലാത്തൊരു വെതർ കണ്ട്. മറ്റേ നിക്കാത്ത മഴേനി നാട്ടില്. ഇതിപ്പോ കളക്ടർ കറക്റ്റ് റെഡ് അലേർട്ടും പറഞ്ഞു, അന്ന് പൊട്ടം വരും. അപ്പൊ നമ്മളാണ് പോന്നു, അത്രേ ഉള്ളൂ. ഏതാ കാറ്റ്, 50 റുപ്യക്ക് ഉണ്ട് കാറ്റ്. മഷാല്ലാ മഷാല്ലാ, നോക്കി ഏതാ ലുക്ക് മക്കളെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന് ഇപ്പോഴും പറയുന്നുള്ളൂ, വണ്ടി എടുക്കുക, എണ്ണ അടിച്ചാ പോരുക, വലിയ ചെലവൊന്നുമില്ല. അങ്ങനെ നല്ല കാഴ്ചകളും നല്ല കാലാവസ്ഥ ആസ്വദിച്ച് ഇങ്ങനെ നടന്നോളി, അതിനൊക്കൂല. സൂപ്പറായില്ലേ? കിടുക്കാച്ചി വ്യൂ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നാണ്. അങ്ങോട്ട് കയറി പോകാം, വണ്ടി കൊണ്ടിട്ട് പോയാൽ മതി. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. മൂന്നാറ് പോയ മൂടുണ്ടാവും അവിടെ. അവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ 5X അവിടെ ഇങ്ങനെ നോക്കിയാൽ ഒരു മൂന്നാർ ഫീൽ കിട്ടും. നമ്മൾ പോകല്ലേ, ഇത് ഭയങ്കര രസമായിട്ടോ ആ എസ്റ്റേറ്റ്. ചെറിയ നമ്മള് അടുത്ത സ്പോട്ട് പിടിക്കല്ലേ, കുതിര സവാരി. നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് പോവാം, നല്ല വ്യൂ കയറത്. അപ്പൊ ഗൈസ്, നിങ്ങൾ വ്യൂ ആസ്വദിക്കൂ. നമ്മളിങ്ങനെ പോട്ടെ. ഓക്കെ ഗൈസ്, ഒറ്റ കജിമ വണ്ടി ഓട്ടിയാണ്ട് ഡേയ്സ്ക്കായി കുത്തി മറിഞ്ഞു പോകാനായി. വെതർ അടിപൊളി. മഴ പെയ്യാന്ന് പറ്റി. ഊട്ടിയിൽ തന്നെ മഴ എത്തിച്ച ഒരു വൃത്തിട്ട മഴ, ചീഞ്ഞ മഴ, ചിണിങ്ങ മഴ. പെജ്ജൂല പറഞ്ഞ മഴ പെജ്ജ. എന്നിട്ട് ആ തണുപ്പിൽ ഇങ്ങനെ ചീഞ്ഞാണ്ട് നമ്മളിങ്ങനെ അമ്പി പോണം. മഴ കിട്ടൽ തുടങ്ങിയാലോ കറക്റ്റ്. കുറ്റം പറയാൻ പാടില്ല, മഴ ഒരു അനുഗ്രഹമാണ്.
മഴ ഒരു കയ്യൊക്കെ പുറത്തേക്ക് ഇട്ട് രണ്ട് കൈ ഇങ്ങനെ ആടാ. എന്നിട്ട് പിന്നെ വണ്ടി ഇത് മറ്റേ ഓട്ടോ പൈലറ്റ് അല്ലേ, സുസുക്കി ആക്സസ് ഓട്ടോ പൈലറ്റ് വണ്ടി ടെസ്ല ചീരത്തട അസർപ്പിന്റെ അടുത്തില്ല, കണ്ണിയമ്മന്റെ അടുത്തുണ്ടോ എത്തപ്പോൾ കാട്ടറ് പോയേക്കാ പൊയിച്ചടിച്ചു ജി അടങ്ങിക്ക വണ്ടി മറിഞ്ഞില്ല. ഡേഞ്ചർ റോട്ടിലൊന്നും എനിക്ക് വണ്ടി വരില്ല, അത്ര ധൈര്യച്ചില്ല. കാരണം എന്താ വെച്ചാല് അനക്കണ ജീവൻ കളഞ്ഞാൽ മതി, ഞാൻ തത്ത കാട്ടുക ഏതായാലും ഡിസ്ക് ഇങ്ങോട്ട് ദഹിക്കും. ഞാൻ അങ്ങനെയല്ല, സ്നേഹമുള്ള ഭർത്താവ് എത്ത് ആ ഇജു വണ്ടിന്റെ അടിക്ക് പോണേന് ഞാനും വണ്ടിന്റെ അടിക്ക് പോരെ, അത് ശരി ആണ്. അപ്പൊ സേഫ് ആക്കുക, രണ്ടാളും സേഫായി പോവുക. ഒരു ജീവന പേടി എല്ലാവർക്കും ഉണ്ടാവില്ല. അവനാന്റെ തണുക്കുണ്ടോ എനിക്ക് ഇപ്പോഴും? തണുക്കുണ്ടോ? തണുക്കുണ്ട് കേട്ടോ. നമ്മളേതായാലും കുറച്ചാണ്ട് പോട്ടെ, അല്ലെങ്കിൽ ഡ്രൈവിങ് സ്ലോ ആയി പോകും. ഓക്കെ ഗായ്സ്, പോയിട്ട് നല്ല കാഴ്ചകൾ കാണുമ്പോ ഇനിയും വരാം. ചൂട്ടിപ്പോല് പെരുമഴ, മേലെ മുട്ടക്കുന്നുമ്പോ എന്നൊരു മനസ്സല്ല കേട്ടോ. എല്ലാം ഇറങ്ങിക്കണേ, നല്ല മഴപ്പാറ്റില് ചീഞ്ഞ ഊട്ടിമഴ അടിച്ചിട്ടുണ്ട്. എല്ലാം തണുത്ത് കോറി സൈഡായി, എല്ലാരും പെരിക്ക് പോയി. വേഗില് ലോറിയാണല്ലോ, ലോറി പോട്ടെ. കുതിര സവാരിക്കൊന്നും ആരും ഇല്ല കേട്ടോ, ഒരു മനസ്സല്ല, സവാരിക്കാരൊക്കെ ഒഴിഞ്ഞു. ഇവിടെ കയറണ്ടല്ലോ, ആകെ മഴയും ചീറ്റിലും സമയം കഴിഞ്ഞ് തോന്നുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ ഇല്ല 6 മണി ആവണുള്ളൂ. എന്തായാലും ആള് മനസ്സിലൊന്നും ഇല്ല. നേരെ നമ്മളേതായാലും നാട്ടിക്ക് നേരെ കൂടല്ലേ. ഞാൻ മറ്റേ സൂയിസൈഡ് പോയിന്റ് ഇറങ്ങണോ? അവിടെ സൂയിസൈഡ് പോയിന്റ് അല്ലേ നമ്മളെ പോണ റൂട്ടില്. ഒരു മഴയാണ്, ഇച്ചതി മഴയത്ത് മഴയൊക്കെ കൊണ്ടുപോകാണ്ട് ക്യാരറ്റും പിടിച്ച ഫോട്ടോ വേണമെന്ന് പറഞ്ഞാണ്ട് ക്യാരറ്റ് വാങ്ങിക്കോ. ഡിസ്ക് കിട്ടിയോ ക്യാരറ്റ്? സൂപ്പർ. ചേച്ചിന്റെ അവിടെ നമ്മൾ ക്യാരറ്റ് വാങ്ങിട്ടാ. എന്നാ അതൊക്കെ എന്താണ് ഫോട്ടോ ഫോട്ടോ വെറും തീറ്റ മാത്രം നടക്കുള്ളൂ ട്രിപ്പില്, തീറ്റയും കൂടി മാത്രം. ചൂട് ചായ അടിച്ച ക്യാരറ്റ് ഒക്കെ പൗതി ബാക്കി വെച്ചാൽ അടച്ചിട്ട് നല്ല ചായ, നല്ല മഴ. മക്കളെ കോടന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, സീൻ കോട കണ്ണൊക്കെ കോട, മഴയത്ത് സീനായി പോവുക. അതിന്റെ പരിപാടി പേരും മഴ. അപ്പൊ അതൊക്കെ ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ, കാരണം നല്ല മഴയാണ്. പുറത്തും മുട്ട് പോയി കഴിഞ്ഞാൽ ഇടയിൽ സൈഡിൽ കുത്തിർക്കും. അപ്പൊ പതുക്കെ പോയോക്കട്ടെ. ഓക്കെ, ഇനി നമ്മള് ഇനി നേരെ നാട്ടിൽ കുടിച്ചോട്ടോ. ഇനിയിപ്പോ നമ്മൾ എവിടെ ഇറങ്ങാൻ നിൽക്കണില്ല, കാരണം അത്രയും മഴ ഉണ്ട്. അതെ, ഇനി നമ്മളെ ഒരു തീറ്റ ടിപ്പായി ചായ, ചായ, ഹൈദരാബാദി ബിരിയാണി, പിന്നെ കമ്പം, ക്യാരറ്റ്, ഇതൊക്കെ ഇനി ഞങ്ങളെ പരിപാടി. യാത്ര ഇങ്ങനെ ചെയ്തു, വണ്ടി വിട്ട് ഇങ്ങനെ പോയി. അതില് ഒന്നാമത് ക്ലൈമറ്റ് നമ്മളെ ചതിച്ചു. ഇന്ന് റെഡ് അലേർട്ട് ആയിരുന്നു, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ കോട്ടം വെയിലേനി. അപ്പൊ നമുക്ക് നല്ല വൈബിൽ പോരാൻ പറ്റി. പക്ഷെ ഇത് വേറെ വൈബാട്ടോ. മഴ സത്യത്തിൽ വേറെ വൈബാണ്. ഊട്ടിത്തെ മഴയും നാട്ടിലത്തെ മയക്കോട്ടും ഉള്ളിൽ ടീഷർട്ടുമാണ്. തണുപ്പുപ്പായോ കുട്ടി ഒന്നും ഇട്ടിട്ടില്ല, അതാണ് ഏറ്റവും വിറ്റ്. അങ്ങനെയാണ് ഈ പോണത്. ഇനിയിപ്പോ ഞാനൊരിട്ട് പഞ്ച് നീച്ചതാ, നെജിമക്ക് പഞ്ച് ഒന്നുമില്ലത് അറിയില്ല, കണ്ടറിയാം. ഓക്കെ, ഏതായാലും പോയേക്കാം. ആന ഇറങ്ങിയിരിക്കണേ, ആനനെ കണ്ടുകൊണ്ട് വണ്ടികളൊന്നും നീങ്ങണില്ല. അത് കുടിച്ചോ, ഓ പ്രശ്നക്കാരനല്ല ആണോ, ആള് പ്രശ്നക്കാരനല്ല. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഞാൻ ഈ സൈഡിലൊരാ നോക്കോട്ടോ, കാട്ടി കൊടുക്കാം. ഇപ്പൊ പാവാണ്, പ്രശ്നക്കാരനല്ല. ഒരു അമ്മയാണത് ആണോ, ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് പാവം. എന്നിട്ട് അതിനെ കണ്ടിട്ട് ഇങ്ങനെ ബേജാറായിക. ചേച്ചിമ്മക്ക് പെരും പേടി, പേടിന്നൊക്കെ പറഞ്ഞ ചില്ലറ പേടിണ്ട. അത് സുഹൃത്തുക്കളെ, നമ്മളെന്താട്ടി ചായപ്പൊടി വാങ്ങി, ഊട്ടി പറക്കി വാങ്ങി, നേരെ ഇവിടെ ഇങ്ങനെ ഊട്ടി പറക്കി ഉണ്ടാക്കും ലൈവില്. അത് വാങ്ങി. ഇപ്പോൾ സമയം ഏകദേശം എത്രയായി? സമയം 8 മണി. ഇപ്പോൾ വിട്ടാൽ ഒരു 9:30 ആകുമ്പോഴത്തേന് പെരികെത്താം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ബ്ലോഗ് നമ്മളിവിടെ നൈസായിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരോടും നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.